ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറേ ദിവസമായി വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യലില്ല. കുറച്ച് തിരക്കായി പോയി. എൻ്റെ ചിന്നൂസിന് 10ാം ക്ലാസ്സിലെ പരീക്ഷയാണ്. അപ്പോൾ മോളെ പുറകെ എല്ലാത്തിനും ഇങ്ങനെ നടന്നിട്ട് ഒന്നിനും സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇന്ന് കുറച്ച് ഗ്യാപ്പായിട്ടാണ് പരീക്ഷകളൊക്കെ. അപ്പോൾ ഇന്ന് കുറച്ച് സമയം കിട്ടി. ഞങ്ങൾക്ക് കോഴിക്കോട് വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു ഏട്ടന്. അപ്പോൾ ഞങ്ങളും കൂടി ഏട്ടൻ്റെ ഒപ്പം പോയി. വെറുതെ ഞങ്ങൾ വീട്ടിൽ ഇരിക്കണ്ടല്ലോ, അപ്പോൾ ഞങ്ങളും കൂടെ പോയി. അപ്പോൾ പോണ വഴിക്ക് ഉള്ള കുറച്ച് വീഡിയോസാണ് ഞാൻ എടുത്തത്. വീട്ടിൽ ഇറങ്ങിയപ്പോൾ ഒന്നും വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല, അതിനുള്ള സമയമൊന്നും കിട്ടിയില്ല. അപ്പോൾ ഉപ്പിലിട്ടത് പോണ വഴിക്ക് കണ്ടു. ഞങ്ങൾ വയനാടാണ് താമസിക്കുന്നത്. വയനാട് ചുരം ഇറങ്ങി താഴേക്ക് പോവേണ്ടതുണ്ട് കോഴിക്കോട്. അപ്പോൾ ചുരം ഇറങ്ങി പോണതും കുറച്ച് നമ്മൾ ഫുഡ് കഴിക്കുന്ന വിശേഷങ്ങൾ, അങ്ങനെ ഞങ്ങൾ കൊച്ചു വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ പോണ വഴിക്ക് കുറേ ഉപ്പിലിട്ടത് കണ്ടിട്ടുണ്ടായിരുന്നു. ഉപ്പിലിട്ടത് കണ്ടാൽ ചേട്ടൻ അത് വാങ്ങാതെ പോകില്ല. ഏട്ടനും കുട്ടികൾക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാനും കഴിക്കും അത്യാവശ്യം. അപ്പം ഇത് പുളിമുട്ടായി പണ്ടത്തെ നമ്മളെ ഒരു ഓർമ്മയാണ്. അത് എൻ്റെ മക്കൾ അതിൻ്റെ ഒറിജിനൽ പുളിമുട്ടായി കണ്ടിട്ടില്ല, അത് കഴിച്ചിട്ടില്ല. അപ്പോൾ അത് അവിടെ കണ്ടപ്പോൾ അതും വാങ്ങിക്കൊടുത്ത്. ഏട്ടന് മുളയരി പായസം ഉണ്ടായിരുന്നു അവിടെ, അതും വാങ്ങി. ഏട്ടൻ മാത്രമേ മുളയരി പായസം കുടിച്ചിട്ടുള്ളൂ. അതും വാങ്ങി കുടിച്ച് അങ്ങനെ ഞങ്ങൾ ഉപ്പിലിട്ടതൊക്കെ വാങ്ങിയതും കാറിൽ വെച്ച് കഴിക്കാമെന്ന് കരുതി അതൊക്കെ കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് യാത്ര തുടരുന്നു. അപ്പം ഉപ്പിലിട്ടൊക്കെ കഴിച്ച് അങ്ങനെ അങ്ങ് അടിച്ച് പൊളിച്ച് നമുക്കങ്ങ് പോകാമെന്ന് വെച്ച്. പക്ഷേ യാത്ര ചെയ്യാൻ ഇഷ്ടമാണ് എനിക്കും മക്കൾക്കും വൊമിറ്റിങ്ങിൻ്റെ പ്രശ്നമുണ്ട്. വൊമിറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ വാങ്ങിയത്. പക്ഷേ എന്ത് തന്നെ ചെയ്താലും നമ്മൾ ഉറപ്പായിട്ടും വൊമിറ്റ് ചെയ്തിരിക്കും. അപ്പോൾ ചുരം ഇറങ്ങി പോകുമ്പോൾ പ്രത്യേകിച്ച് അവിടെ അടുത്തൊരു സ്മെല്ലും കാര്യമൊന്നും നമുക്ക് പറ്റില്ല. അത് ഒരുമാതിരി ഉള്ള എല്ലാവർക്കും ചുരം ഇറങ്ങുമ്പോൾ ഒരു വൊമിറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അങ്ങനെ ഞങ്ങളിതാ ചുരം ഇറങ്ങി പോവുകയാണ്. ചുരത്തിലെ കുറേ കാഴ്ചകളൊക്കെ ഞാൻ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ആയപ്പോൾ തലവേദനയും ഒക്കെ തുടങ്ങിയിട്ട് ഞാൻ കുറേ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഏട്ടന് ഇന്ന് കോഴിക്കോട് പോകുന്നുണ്ട്. അപ്പം ഞങ്ങളെയും കൂടെ കൂട്ടിയതാണ് കേട്ടോ. മക്കളും അങ്ങനെ അവരുടെ പോകണില്ലല്ലോ. പിന്നെ എക്സാമിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ യാത്ര അതും കൂടെ ആവാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ കോഴിക്കോട് എത്താറായപ്പോൾ വല്ലാത്ത ചൂട് സഹിക്കാൻ പറ്റാത്ത ചൂടാണ് കോഴിക്കോട്. വയനാട് നിന്ന് കോഴിക്കോടേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരു കാലാവസ്ഥ അവിടെ പ്രത്യേകിച്ച് ചൂടാണ്, അത് നമുക്ക് പറ്റില്ല. അങ്ങനെ ഞങ്ങൾ കരിമ്പിൻ ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നല്ല ഫ്രഷ് കരിമ്പിൻ ജ്യൂസാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങി അത് കുടിച്ചു. മക്കൾ ഇടയ്ക്ക് എപ്പോഴേ ഒരിക്കലേ കുടിച്ചിട്ടുള്ളൂ കരിമ്പിൻ ജ്യൂസ്. അങ്ങനെ അതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കി അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കരിമ്പിൻ ജ്യൂസൊക്കെ കുടിച്ച് ഞങ്ങളിനി അവിടെ നിന്ന് കുറച്ച് ദൂരം കൂടി പോകാനുണ്ട്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് ഇൻസ്റ്റാൾമെൻറ്റായിട്ട് സാധനങ്ങൾ കൊടുക്കണ ജോലിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരാവശ്യത്തിനാണ് ഇവിടെ വന്നത്. കുറച്ച് സാധനങ്ങൾ കൊടുക്കണമായിരുന്നു. അപ്പോൾ ഇത്രയും ദൂരം വണ്ടി ഓടി ഒറ്റയ്ക്ക് വരണ്ടല്ലോ, ഞങ്ങൾ വെറുതെ വീട്ടിൽ ഇരിക്കുകയല്ലേ, അപ്പോൾ ഞങ്ങളെയും കൂടെ കൂട്ടിയിട്ട് ഒരുമിച്ച് പോകാമെന്ന് കരുതി. കുറച്ച് ദൂരമൊക്കെ ഇങ്ങനെ പോവുകയാണെങ്കിൽ മക്കൾ സ്കൂളിൽ പോവുകയാണെങ്കിൽ എന്നെയും കൂടെ കൂട്ടും, അല്ല മക്കളുണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടെയാണ് പോവൽ. അങ്ങനെ അവിടെ പോയി സാധനങ്ങളൊക്കെ കൊടുത്തു, കണക്കൊക്കെ പറഞ്ഞിട്ട് തിരിച്ച് നമ്മൾ അവിടെ നിന്ന് പോരുകയാണ്. അപ്പോൾ കോഴിക്കോട് ചെന്നിട്ട് കോഴിക്കോടിൻ്റെ സ്പെഷ്യൽ വാങ്ങാതെ പോരണം മോശമല്ലേ. അപ്പോൾ ഇവിടെ നിന്നാണ് ചേട്ടന് കോഴിക്കോട് ആഴ്ചയിൽ ഒരു ദിവസം അവിടെ കളക്ഷന് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് ഞങ്ങൾക്ക് അലുവ വാങ്ങിക്കൊണ്ട് വരൽ. കോഴിക്കോട് സ്പെഷ്യൽ അലുവയാണ്. അപ്പോൾ അലുവ വാങ്ങി ചക്കവറ്റൽ അങ്ങനെയുള്ള 1-2 സാധനങ്ങളൊക്കെ മക്കൾക്ക് വേണമെന്നുള്ളതൊക്കെ ചോദിച്ചിട്ട് അതൊക്കെ വാങ്ങി ഞങ്ങളതൊക്കെ വാങ്ങി തിരിച്ച് പോരുകയാണ്. അപ്പോൾ അങ്ങനെ ചുരത്തിലെ കുറച്ച് കാഴ്ചകളും കണ്ട് പതിയെ ഇങ്ങനെ പോവുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ എന്തായാലും ഛർദ്ദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ക്ഷീണമുണ്ട്. ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് എൻ്റെ ചെറിയ മോളാണ്. അപ്പോൾ ഞങ്ങൾ എടുക്കുന്ന വീഡിയോസിൽ കുറച്ച് ക്ലാരിറ്റിയൊക്കെ കുറവുണ്ടാവാം. ഞങ്ങൾ സാധാരണ ഒരു ഫോണിലാണ് എടുക്കുന്നത്, അതൊക്കെ ക്ഷമിക്കണം. ഞങ്ങളെ വീഡിയോസ് കാണണം. നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്ത് തന്നെ കാണണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോരുന്ന വഴിക്ക് ഏട്ടൻ ഇവിടെ നിന്നാണ് കോഴിക്കോട് പോയിട്ട് വരുമ്പോൾ ഊണ് കഴിക്കുന്നത്. അപ്പോൾ കുറേ അമ്മമാർ നടത്തുന്ന ഒരു ഹോട്ടലാണ് കേട്ടോ. അപ്പോൾ വീട്ടിലെ ഊണെന്ന് പറഞ്ഞിട്ട് കുറച്ച് അമ്മമാരും നടത്തുന്ന ഒരു കടയാണ്. അപ്പോൾ അവിടുന്ന് നമുക്ക് ഏട്ടൻ കഴിക്കുന്നത് സ്ഥലമല്ലേ അവിടെ, അപ്പോൾ അവിടുത്തെ ഭക്ഷണം ഞങ്ങൾക്കും കൂടെ ഒന്ന് വാങ്ങിത്തരാമെന്ന് കരുതി അവിടെ തന്നെ ഞങ്ങൾ കയറി. ചോറും സാമ്പാറും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള
ടേസ്റ്റുള്ള ഫുഡായിരുന്നു. പിന്നെ ഇതിൽ പുളിയിഞ്ചി, അതിൽ കുറച്ച് മധുരമുള്ളതുകൊണ്ട് തന്നെ എനിക്കത് പുളിയിഞ്ചി അത്ര ഒരു ഇഷ്ടം അല്ല. ബാക്കിയൊക്കെ നല്ല ഇതായിരുന്നു. അങ്ങനെ ബീഫും മീനും ഒക്കെ വാങ്ങി, സ്പെഷ്യലെല്ലാം വാങ്ങി കഴിച്ച് അടിപൊളി ഊണായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവിടുത്തെ അമ്മമാരൊക്കെ നല്ല സ്നേഹത്തിലാണ് പെരുമാറുന്നത് കേട്ടോ. നല്ല കുറച്ച് വയസ്സൊക്കെ ആയ അമ്മമാരുണ്ടാക്കിയ ഫുഡാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നേരെ വീട്ടിലെത്തിയതിന് ശേഷം എനിക്ക് തൊണ്ടയ്ക്ക് ചെറിയൊരു വേദനയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഛർദ്ദിക്കുകയും കൂടി ചെയ്തപ്പോൾ തൊണ്ടയ്ക്ക് വല്ലാത്തൊരു ഇറിറ്റേഷനൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം ഹോസ്പിറ്റലിലൊന്ന് കാണിച്ചിട്ട് പോകുന്ന കരുതി മക്കളെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടാണ് വന്നത്. മക്കൾ പോയതിൻ്റെ ക്ഷീണത്തിൽ ഇനി കുളിച്ചൊന്ന് ഫ്രഷ് ആവട്ടെ എന്ന് വെച്ച്. അപ്പോൾ തൊണ്ടവേദനയാണെന്ന് വെച്ചിട്ട് നമുക്ക് അവിൽ മിൽക്ക് കഴിച്ചുകൂടാ എന്നൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഞങ്ങൾ പോണ വഴിക്ക് അവിൽ മിൽക്ക് കട കണ്ടു. അവിടെ നിന്ന് എന്തായാലും ഒരു അവിൽ മിൽക്ക് കഴിച്ചിട്ട് പോകാമെന്ന് കരുതി മക്കൾക്കുള്ളത് പാഴ്സലും വാങ്ങി. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് അവിൽ മിൽക്കൊക്കെ കുടിച്ച് നല്ല ടേസ്റ്റായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി ഇനി വീട്ടിലേക്കാണ് പോണത്. പോണ വഴിക്ക് ചായക്കുള്ള കടികളൊക്കെ വാങ്ങണം. അപ്പോൾ ഇപ്പം നോമ്പ് സമയമായതുകൊണ്ട് തന്നെ ഒരുപാട് വെറൈറ്റി കടികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കടയിൽ. അപ്പോൾ അത് കണ്ടപ്പോൾ അതിൽ നിന്ന് സ്പെഷ്യലായിട്ടുള്ളതൊക്കെ വാങ്ങാമെന്ന് കരുതി അങ്ങനെ കുറച്ച് പൊരിപ്പ് കടികളൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. വീട്ടിലെത്തിയപ്പോൾ മക്കൾ, ചെറിയ മോള് കുളിച്ച് റെഡിയായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അവൾക്ക് അവിൽ മിൽക്കൊക്കെ എടുത്ത് കൊടുത്തു. വലിയ മോള് കുളിക്കുകയാണ്, അതുകൊണ്ടാണ് അവളെ കാണാത്തത്. മോളൂസ് അവിൽ മിൽക്കൊക്കെ കുടിക്കുന്നുണ്ട്. ചിന്നൂസിനുള്ളത് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി പോയി ഒന്ന് കുളിച്ച് ഫ്രഷായി വരണം, അല്ലാതെ തലയ്ക്ക് ഭയങ്കര ഒരു കനം പോലെ. ഇപ്പോൾ കുളിച്ചപ്പോൾ നല്ല ആശ്വാസമുണ്ട്. അപ്പോൾ ടാറ്റ ബൈ ബൈ, സി യു.